ഹലോ ഗായ്സ്, ഇന്നൊരു സ്പെഷ്യൽ വ്ലോഗാണ്. ഇന്ന് അവൾ ആദ്യത്തെ സ്കൂൾ ഡേ ആയതുകൊണ്ട് നാളെ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. രാവിലെ തന്നെ നീച്ച് കുളിച്ച് ഒരുങ്ങുകയാണ്. മേക്കപ്പ് ഒന്നും ചെയ്തില്ലാണ്ടെങ്കിൽ ആർക്കും മനസ്സംതൃപ്തി കിട്ടൂല. അങ്ങനെ ഒരുങ്ങിക്കഴിഞ്ഞ് നോക്കുമ്പോൾ ആള് കല്യാണത്തിന് പോണ പോലെ സുന്ദരിയായി ഇറങ്ങിയിട്ടുണ്ട്. ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളെ സ്കൂളിലേക്ക് പോകാന്ന് പറഞ്ഞാൽ. നമ്മളെക്കാൾ കൂടുതൽ നമ്മുടെ പേരൻസ് ആവും അതിൽ എക്സൈറ്റ്മെന്റ് ഉണ്ടാവും. എല്ലാവരുടെ ലൈഫിലും ഫസ്റ്റ് ആയിട്ട് നടക്കുന്ന സംഭവങ്ങൾ എന്തായാലും എല്ലാവർക്കും സ്പെഷ്യലും ആവും. ഇവരെ മുഖത്ത് ഇപ്പം ഈ കാണുന്ന സന്തോഷം കാര്യങ്ങളാണ് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത മെമ്മറീസ് ആയി മാറുന്നത്. ഓള് മാത്രമായിരുന്നില്ല ഞങ്ങൾ അവിടുന്ന് 2-3 കുട്ടികളിലാണ് തന്നെ ഓരോ പാരൻസും കയറിയപ്പോൾ തന്നെ കാറ് ഇറങ്ങി. പിന്നെ നമുക്ക് വീഡിയോ എടുക്കണമെങ്കിൽ നമ്മൾ പിന്നാലെ പോയേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ വന്നിറങ്ങിയപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ അഡ്മിഷൻ എടുത്തവരുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ തന്നെ എല്ലാവരും വെൽക്കം ആയിട്ടൊരു ഹണീബി പോലത്തെ ഒരു പേപ്പർ കട്ട് എടുത്തിട്ട് അവർക്ക് എല്ലാവർക്കും കിരീടം പോലെ തലയിൽ വെച്ചെടുത്തു. ഇന്നത്തെ സ്റ്റാർസ് വരായതുകൊണ്ട് തന്നെ ഇവരെ നല്ല രീതിക്ക് ടീച്ചേഴ്സ് കൈകാര്യം ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരോടും ക്ലാസ് കയറി ഇരിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ കയറിയ സമയത്തൊക്കെ ആൾക്കാർ കുറച്ചുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമുക്കിവിടെയാണ് പ്രശ്നം പറ്റിയത് ഗൈസ്. കുറച്ചു നേരം നമ്മളൊന്ന് പതറിപ്പോയി. കാരണം ആൾ ചെറുതായിട്ടൊന്ന് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയിരുന്നു. പക്ഷെ ടീച്ചർമാരാരാ മുതലേ കാർത്തോട്ട് കണ്ട കുട്ടികളെ സോപ്പിട്ട് നിർത്തി. അതുവരെ വർത്താനം പറഞ്ഞിരുന്ന ടീംസും നുള്ളിച്ചിരുന്ന ടീംസൊക്കെ ഒരു ഭാഗത്തിരുന്ന് ഒന്നും ഉണ്ടാതെ കാത്തു കണ്ടുകൊണ്ടിരിക്കുന്നു. കൂട്ടത്തിലെ നമ്മുടെ ടീമും കാണുന്നു. പിന്നെ എല്ലാവർക്കും കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ അസംബ്ലി ഉണ്ടായിരുന്നു. എല്ലാവരും ഓരമ്മാരിപ്പാരിയൊക്കെ കൈപിടിച്ചാണ് ഇങ്ങനെ വരുന്നതാണ്. നല്ല രസമാണ്. അപ്പോഴൊക്കെ നമുക്ക് പഴയ കാലം ഇങ്ങനെ ഓർമ്മ വരും. അങ്ങനെ അവർക്ക് എല്ലാവർക്കും മുട്ടായും കൊടുത്ത് കാര്യങ്ങളൊക്കെ കുറേ പറഞ്ഞും കൊടുത്തുകൊണ്ട് ഓരോ തിരിച്ച് ക്ലാസ്സിൽ തന്നെ കയറ്റി. ഇതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഗുരുതരായി. നമ്മുടെ ടീം വീണ്ടും പ്രശ്നം ഉണ്ടാക്കി. ആൾക്ക് അവിടെ ഇരിക്കാൻ വയ്യ, അമ്മാൻ്റെ അടുത്ത് ഇരിക്കണമെന്നു പരാതി. എന്നിട്ട് ബാബ ഓളെ പറഞ്ഞ് മനസ്സിലാക്കിയാണ്ട് ഓളെ സീറ്റിൽ തന്നെ കൊണ്ടുപോയിരുത്തി ഓളെ കൺവിൻസ് ആക്കിയെന്ന് പറയാൻ വേണേ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ടീച്ചർമാർ ഓരോ നിർദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കാനായിരുന്നു. പിന്നെ ആ കാണുന്ന എല്ലാവർക്കും കൊടുക്കാനുള്ള ഗിഫ്റ്റും കാര്യങ്ങളൊക്കെയായിരുന്നു. ആളവിടെ കൊണ്ടുവരുത്തപ്പോൾ പിന്നെ ബെസ്റ്റീസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും വർത്താനം പറയാനൊക്കെ തുടങ്ങിയിട്ട് അപ്പോൾ കുറച്ചൊരു ഉഷാറ് വെച്ചുകണക്ക്. ഓളെ എക്സൈറ്റ്മെൻറ്റ് പറഞ്ഞെങ്കിലും ബാക്കിയുള്ളവരെപ്പോഴും ഫുൾ ഫോമിലാണ്. പിന്നെ ഓളെ വിളിച്ചുകൊണ്ട് ഓൾക്ക് ഗിഫ്റ്റും കൊടുത്തു. ഗിഫ്റ്റ് കൊടുത്തപ്പോൾ ആൾക്ക് കുറച്ച് സന്തോഷമൊക്കെ വന്നിട്ടോ. ഗിഫ്റ്റ് കിട്ടിയ പാടെ എടുത്തിട്ട് രണ്ടാളും വേഗം ആരും കൊണ്ടുകൊണ്ട് വെച്ചിട്ട് ബാഗൊക്കെ എടുത്ത് വെക്കേണ്ട കാഴ്ചയാണ് നമ്മളിപ്പോൾ കാണുന്നത് ഗായ്സ്. അങ്ങനെ ലാസ്റ്റ് ഒരു ഫോട്ടോഷൂട്ട് എടുത്തുകൊണ്ട് സ്കൂൾ എല്ലാവർക്കും പിരിച്ചു വിട്ടു. അങ്ങനെ ഇന്നത്തെ ദിവസം എല്ലാവർക്കും ഹാപ്പിയായി. പിന്നെ